നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ കേട്ടത്. അപ്പം നളന്റെയും ദമയന്തിയുടെയും കഥ, അത് മഹാഭാരതത്തിലെ ഒരു ഉപകഥയായിട്ടാണ് വരുന്നത്. നളന്റെയും ദമയന്തിയുടെയും കഥ പറഞ്ഞിട്ട് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് മഹാഭാരതത്തിലെ കഥ കാണപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് മുഴുവനായിട്ട് കേട്ടു. ഇനി നമ്മൾ പുതിയ ഒരു ഉപാധ്യായത്തിലേക്ക് കിടക്കുകയാണ്. തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഒരു പുതിയ ഉപപർവത്തിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ യാത്രയുടെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ആദ്യത്തെ 6 വാല്യങ്ങളുള്ള DC ബുക്സ് പ്രസിദ്ധീകരിച്ച വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയ മഹാഭാരതത്തിലെ മുഴുവൻ ശ്ലോകങ്ങളെയും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്ത വിദ്വാൻ കെ പ്രകാശം, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടിയിട്ട് സ്മരിക്കുകയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ 6 വാല്യങ്ങളായിട്ടാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകത്തിൽ ഇപ്പം ഏകദേശം ഇനിയിപ്പോൾ ഒരു 10-70 പേജും കൂടെ ബാക്കി ആവുന്നുള്ളൂ. അങ്ങനെ ഒരു പുസ്തകം നമ്മൾ തീരാൻ വേണ്ടിയിട്ട് ഒരു 5-6 വീഡിയോ കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ തീർത്ഥയാത്രാ പർവ്വത്തിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണിത്. അതായത് ഇന്നും നമുക്കറിയാം, നമ്മളൊക്കെ തീർത്ഥാടനങ്ങൾക്കായിട്ട് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യുഗങ്ങളായിട്ട് തുടരുന്നതാണെന്നുള്ള ഒരു സത്യം നമുക്ക് ഈ തീർത്ഥയാത്രാ പർവ്വത്തിലൂടെ, ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയത്താണ് മഹാഭാരതത്തിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഈ തീർത്ഥ യാത്രകൾക്കുള്ള പ്രാധാന്യവും ആ തീർത്ഥ സ്നാനങ്ങളിലൊക്കെ കുളിച്ചാലും അവിടെ ചെന്നിട്ടുള്ള ഓരോ ആചാരങ്ങൾ ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ആ കഥാഭാഗമാണ് ഈ തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്നത്. അപ്പം ഇത് വൈശമ്പായനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ജനമേജയ രാജാവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുമാണ് ഈ പുണ്യകഥ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് സർപ്പസത്രം നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ കഥ പറയുന്ന സമയത്ത് ജനമേജയൻ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വൈശമ്പായനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അദ്ദേഹം കഥ വികസിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങളും ഇവിടെ കഥ പറയുന്ന ഒരു കഥന രീതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബൃഹദശ്വനായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ബൃഹദശ്വൻ ഒരു കഥാപാത്രമായിട്ട് വന്ന ആളാണ്. അദ്ദേഹം യുധിഷ്ഠിരൻ ചോദിക്കുന്നതനുസരിച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു കഥാപാത്രം ചോദിക്കുന്നു, ഉത്തരം പറയുന്ന കഥാപാത്രം അത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കഥനാരീതിയാണ് നമുക്ക് മഹാഭാരതത്തിലെമ്പാടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർത്ഥയാത്രാ പർവം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജനമേജയൻ ചോദിക്കുകയാണ്, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയതിനു ശേഷം ഇന്ദ്രലോകപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പാണ്ഡവർ ആ കാമികവനത്തിൽ കഴിഞ്ഞത്? ആ സമയത്ത് കാമികവനത്തിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവര് ഈ വീരനില്ലാതെ എങ്ങനെയാണ് ആ കാട്ടിൽ കഴിച്ചുകൂട്ടിയത്? ആ കാര്യങ്ങളെല്ലാം അങ്ങ് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് വൈശമ്പായനോട് ജനമേജയനെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈശമ്പായനൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം അങ്ങേക്ക് വിശദമായി പറയാം, അങ്ങ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പം കാമികവനത്തിൽ നിന്നും അർജുനൻ പോയതിനു ശേഷം പാണ്ഡവരെല്ലാവരും, അതോടൊപ്പം തന്നെ ദ്രൗപദിയും വളരെ ദുഃഖത്തിലായിരുന്നു. രക്ഷകനായിട്ടും കണ്ടുകൊണ്ടിരുന്നത് അർജുനനെ തന്നെയായിരുന്നു. അപ്പോൾ അർജുനൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അതീവ ദുഃഖത്തിലായി. അപ്പോൾ ദ്രൗപദി ബാക്കിയുള്ളവരോട് പറയാണ്, ആ പാർത്ഥൻ പോയതിനു ശേഷം എനിക്ക് കാമികവനം ഒട്ടും സന്തോഷമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല. നമ്മളെ ചുറ്റി അനേകം ബ്രാഹ്മണരും അവരുടെ കഥാകഥനങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. പാർത്ഥൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാമികവനത്തിൽ ഇനി താമസിക്കണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സ് വളരെ ദുഃഖത്തിലാണെന്ന് ദ്രൗപദി ബാക്കിയുള്ളവരോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭീമനും പറഞ്ഞു, നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെയും മനസ്സ് വളരെ ആർദ്രമായിട്ടുണ്ട്. അർജുനനായിരുന്നു നമ്മുടെ രക്ഷകൻ. അർജുനൻ്റെ ഗാന്ധീവത്തിൻ്റെ ശക്തിയിലായിരുന്നു നമ്മളിവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവനില്ലാത്ത ഈ ഒരു കാമികവനം എനിക്കും ഒട്ടും ആകർഷകമായിട്ട് തോന്നുന്നില്ല. ജ്യേഷ്ഠ, നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ഭീമനും യുധിഷ്ഠിരനോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നകുലൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അദ്ദേഹം ഗന്ധർവന്മാരെ തോപ്പിച്ചിട്ട് തിത്തിരി, കൽമാഷം എന്ന് പറയുന്ന 2 അത്ഭുതകരമായിട്ടുള്ള കുതിരകളെയൊക്കെ ജ്യേഷ്ഠന് സമ്മാനിച്ചില്ലേ? അദ്ദേഹത്തെക്കുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ നിറയെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ കാമികവനത്തിൽ ഇനി നിൽക്കണമെന്ന് ആഗ്രഹമില്ല ജ്യേഷ്ഠ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാം എന്ന് നകുലൻ പറഞ്ഞു.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹദേവനും ദുഃഖത്തോടു കൂടിയിട്ട് പറഞ്ഞു, ആ വീരനില്ലാത്ത സ്ഥലം എനിക്ക് ഇവിടം ഒട്ടും ആകർഷകമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം കിടന്നിരുന്ന ആ പുല്ലുകൊണ്ടുള്ള ആ മെത്ത ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ എൻ്റെ ദുഃഖം സഹിക്കുന്നില്ല. അങ്ങനെ ജ്യേഷ്ഠ, നമുക്ക് ഈ കാമുകനം വിട്ടെങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ദുഃഖം കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരനും അതിയായിട്ടുള്ള ദുഃഖത്തിലായി. അപ്പോൾ യുധിഷ്ഠിരൻ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നാരദ മഹർഷി അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നാരദ മഹർഷി വന്നു കഴിഞ്ഞപ്പോഴേ ഇവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ട വിധിയിൽ അവരോടൊപ്പമുള്ള ബ്രാഹ്മണരോടൊപ്പം ചേർന്ന് പൂജിച്ച് ആദരിച്ച് അദ്ദേഹത്തിന് ഒരു പീഠത്തിലൊക്കെ ഇരുത്തി അദ്ദേഹത്തിന്റെ കാൽച്ചോട്ടിൽ ഇരിപ്പായി. ഇവരുടെ പൂജകളെല്ലാം കണ്ട് വളരെ തൃപ്തനായിട്ടുള്ള നാരദ മഹർഷി യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നിന്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞാലും യുധിഷ്ഠിരാന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് വേണ്ടതെല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് പറ്റുമെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച തീർത്ഥസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നാരദൻ പറഞ്ഞു, ഞാൻ ആ കഥ പറഞ്ഞു തരാം. ഈ കഥ പണ്ട് അല്ലെങ്കിൽ ഈ തീർത്ഥയാത്ര കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ട് പണ്ട് നിന്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മനോട് പുലസ്ത്യം എന്ന് പറയുന്ന പുലസ്ത്യ മുനി പറഞ്ഞിട്ടുള്ളതാണ്. ആ കഥ ഞാൻ പറയാം, നീ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നാരദൻ അദ്ദേഹത്തിൻ്റെ കഥനം തുടരുകയാണ്. ഭീഷ്മര് തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് ഭീഷ്മവ്രതമൊക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം ഗംഗാതീരത്ത് വന്നിട്ട് വലിയ വ്രതമെടുത്ത് അവിടെ പൂജകളുമൊക്കെ നടത്തി ബ്രാഹ്മണരോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഗംഗാധാരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം തമ്പടിച്ചിരുന്നത്. ഒരു ദിവസം പുലസ്ത്യ മഹർഷി ആ കൂട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പെട്ടെന്ന് നിന്നിട്ട് അദ്ദേഹത്തിനെ വണങ്ങി, അദ്ദേഹത്തിന്റെ കാലിൽ വീണ് വണങ്ങിയതിന് ശേഷം അദ്ദേഹത്തിനെ പൂജിച്ച് ആദരിച്ച് അവിടെ ഇരുത്തി. അതിനുശേഷം പറഞ്ഞു, അദ്ദേഹത്തിന് മുമ്പിൽ കൈകുപ്പിയിട്ട് ഭീഷ്മൻ പറഞ്ഞു, ഞാൻ ശന്തനുപുത്രനായിട്ടുള്ള ഭീഷ്മനാണ്. അങ്ങയെ വളരെ ആദരവോടു കൂടിയിട്ട് ഞാൻ നമിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു. നാരദൻ അദ്ദേഹത്തിൻ്റെ കഥ തുടരുകയാണ്. അപ്പം പുണ്യവാനായിട്ടുള്ള ഭീഷ്മ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ അമോഘദർശിയാണ്. അമോഘദർശി എന്ന് വെച്ചാൽ എല്ലാം കാണാൻ കഴിവുള്ള ആളാണ്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അത് നീ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് പുലസ്ത്യ മഹർഷി ഭീഷ്മനോട് പറഞ്ഞു. ഭീഷ്മൻ പറഞ്ഞു, അങ്ങയെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങയുടെ സന്ദർശനം കൊണ്ട് തന്നെ എൻ്റെ ജീവിതം പുണ്യമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഈ ഭൂമിയിലെ തീർത്ഥങ്ങളെക്കുറിച്ചിട്ടും അത് സന്ദർശിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടും അങ്ങ് ദയവേത് പറഞ്ഞു തരണം. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ദയവുണ്ടാണ്. അതുമാത്രം അങ്ങ് ചെയ്തു തന്നാൽ മതിയെന്ന് ഭീഷ്മൻ പുലസ്ത്യനോട് പറഞ്ഞു. അപ്പം പുലസ്ത്യൻ പറയാണ്, എല്ലാ മുനികൾക്കും വളരെ പ്രീതികരമായിട്ടുള്ളതും അവരുടെ എല്ലാം ഇഷ്ടപ്പെട്ട സന്ദർശക സ്ഥലങ്ങളായിട്ടുമുള്ള തീർത്ഥങ്ങളെക്കുറിച്ചിട്ട് ഞാൻ നിന്നോട് വളരെ വിശദമായിട്ട് പറയാം. ഭീഷ്മ, നീ ഇത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുക. ശരീരത്തിലും മനസ്സിലും വളരെ നിയന്ത്രണമുള്ളവർക്ക് മാത്രമേ ഈ തീർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവനും സന്തുഷ്ടനായവനും അതോടൊപ്പം തന്നെ അഹങ്കാരമില്ലാത്തവനും ഈ തീർത്ഥങ്ങളിലുള്ള സന്ദർശനം അവന് വളരെയധികം ഗുണം ചെയ്യും. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ടുമുള്ള ഒരാൾക്ക് മാത്രമേ ഈ തീർത്ഥങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. കോപം വിടുകയും സത്യത്തെ തൻ്റെ ധർമ്മമായിട്ട് സ്വീകരിച്ചവനും തന്നെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും കാണുന്നവനും മാത്രം തീർത്ഥങ്ങളിൽ സന്ദർശിക്കുന്നത് കൊണ്ടുള്ള ഗുണം ലഭിക്കും. ഋഷികൾ വേദങ്ങളിലെ യജ്ഞങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭീഷ്മ, എല്ലാവർക്കും, അതായത് ധനമില്ലാത്ത സാധാരണക്കാർക്കൊക്കെ ഈ യജ്ഞങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ധാരാളം ധനവും അധികാരവും ഉള്ളവർക്ക് മാത്രമേ യജ്ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ധാരാളം ധനം ചെലവ് ചെയ്യേണ്ട ആവശ്യമാണ്. അങ്ങനെ ധനം ചെലവ് ചെയ്യാനില്ലാത്ത ധർമ്മിഷ്ഠരായിട്ടുള്ള ആൾക്കാർക്ക് ഈ യജ്ഞം ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണോ കിട്ടുന്നത്, ആ ഗുണങ്ങളൊക്കെ ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പം യജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള ധനസ്ഥിതി ഇല്ലാത്തവർക്കും ദരിദ്രരായവർക്കും സ്വാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്കുമൊക്കെ യജ്ഞത്തിനെ കഴിഞ്ഞും ഗുണം ചെയ്യുന്നതാണ് ഈ തീർത്ഥാടനം കൊണ്ട്, അല്ലെങ്കിൽ ഈ തീർത്ഥസ്നാനങ്ങളൊക്കെ സന്ദർശിക്കുന്നത് കൊണ്ട് എന്ന് പുലസ്ത്യൻ ഭീഷ്മനോട് പറഞ്ഞു. വളരെ വിപുലമായിട്ട് നടത്തേണ്ട 2 യജ്ഞങ്ങളാണ് അഗ്നിഷ്ടോമവും അതോടൊപ്പം തന്നെ രാജസൂയവും. പണ്ട്
നടത്തിക്കൊണ്ടിരുന്ന വലിയ യജ്ഞങ്ങളായിരുന്നു അഗ്നിഷ്ടോമവും രാജസൂയവും. ഇത് രണ്ടും നടത്തിയാൽ എത്ര പുണ്യം കിട്ടുന്നുണ്ടോ ആ പുണ്യത്തിനെ കഴിഞ്ഞ് കൂടുതൽ പുണ്യം ഈ തീർത്ഥസ്നാനങ്ങൾ അല്ലെങ്കിൽ ഈ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അതിനുശേഷം പുലസ്ത്യൻ ഭീഷ്മനോട് കുറേ തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയാണ്. പുഷ്കര തീർത്ഥം മുതലുള്ള തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ 300-ലധികം തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്നതിന് ശേഷം അവിടെ ചെന്ന് സ്നാനം ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ ഒരു ദിവസം പാർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പൂജകൾ ചെയ്താൽ, അല്ലെങ്കിൽ ഉപവസിച്ചാൽ, ഒരു രാത്രി തങ്ങിയാൽ ഒക്കെ എന്തൊക്കെയാണോ ഫലങ്ങൾ കിട്ടുന്നത്, ഇതൊക്കെ 300-ലധികം തീർത്ഥങ്ങളുടെ പേരും അതിനോടൊപ്പം തന്നെ അവിടെ സന്ദർശിച്ചാലുള്ള ഫലങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പ്രദേശങ്ങളെല്ലാം ഇന്നും ഈ പ്രദേശങ്ങളിൽ മിക്കതും ആ പേരിലല്ലെങ്കിലും ഇന്നും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് ഒരു എയുടെ സഹായത്തോടു കൂടിയിട്ട് ഈ മഹാഭാരതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഒന്ന് സാംശീകരിച്ചെടുത്തതാണ്. ഇന്നിപ്പോൾ ആ തീർത്ഥസ്ഥാനങ്ങളൊക്കെ ഭാരതത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലൊക്കെയാണ് ഒക്കെ അതിൻ്റെ അകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. ഗംഗയുടെ തീരത്ത് എവിടെയാണെങ്കിലും പുണ്യസ്ഥലമാണ്. അതോടൊപ്പം തന്നെ നർമ്മദ, പമ്പ ഇങ്ങനെയുള്ള നദികൾ, അതോടൊപ്പം തന്നെ പല കാമാഖ്യ എന്ന് പറയുന്ന ആസാമിലുള്ള സ്ഥലം. അപ്പം ഇവിടെയുള്ള ഈ സ്ഥലങ്ങൾ, മാനസ സരോവർ, അങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്നും തീർത്ഥയാത്ര നടക്കുന്നുണ്ട്. അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം യുഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ തീർത്ഥസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും അവിടെയുള്ള പുണ്യസ്നാനങ്ങളും അവിടെയുള്ള പൂജാതി കർമ്മങ്ങളും ഒക്കെ. അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും അതോടൊപ്പം തന്നെ ഫലങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 12 പേജുകളിലായിട്ടാണ് ഈ പുസ്തകത്തിൽ അത് മുഴുവനും വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയണമെങ്കിൽ നോക്കി വായിക്കുക എന്നുള്ളതല്ലാതെ കാണാതെ പറയൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുകയാണ്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളാണ്, പണ്ടത്തെ ആ പേരും ഇപ്പോഴത്തെ പേരും അത് ഏത് സംസ്ഥാനത്താണെന്നും ഒക്കെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നും ഗയയും പ്രയാഗവും ഒക്കെ ഇന്നും നമ്മുടെ മുമ്പിൽ വളരെ, അതോടൊപ്പം തന്നെ കാശി, ഈ സ്ഥലങ്ങളൊക്കെ, രാമേശ്വരം, ഇതൊക്കെ നമുക്ക് ഇന്നും വളരെ സനാതന ധർമ്മികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതും എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള തീർത്ഥപ്രദേശങ്ങളാണ്. അപ്പോൾ ഇത് ഓരോ ദിക്ക് തിരിച്ചും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേജിലെ വിശദമായിട്ടുള്ള ഒരു വായന തൽക്കാലം ഒഴിവാക്കുകയാണ്. കാരണം അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറേ സമയം വേണ്ടി വരും. തന്നെയല്ല അത് നോക്കി വായിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു തരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഈ തീർത്ഥയാത്രയിൽ 320-ൽ പരം തീർത്ഥയാത്രകളിലും അതിലൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അവിടെയൊക്കെ ചെന്നാലും അവിടെയൊക്കെ സന്ദർശിച്ചാലും സ്നാനം ചെയ്താലും ഒക്കെയുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ട് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തീർത്ഥയാത്ര നടത്തരുതാത്ത ആൾക്കാരെ കുറിച്ചിട്ടും വിശദമായിട്ട് ഇവിടെ പുലസ്ത്യമനി ഭീഷ്മനോട് പറയുന്നുണ്ട്. വ്രതമെടുക്കാത്തവനും മനോനിയന്ത്രണമില്ലാത്തവനും അശുദ്ധനും കള്ളം പറയുന്നവനും വക്രബുദ്ധിയുള്ളവരും ഒന്നും തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് യാതൊരു ഗുണവും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നാണ്. അപ്പം മനഃശുദ്ധിയുള്ളവരും വ്രതമെടുക്കുന്നവരും മനോനിയന്ത്രണമുള്ളവരും മാത്രമേ ഈ തീർത്ഥാടനത്തിന് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് കാര്യമുള്ളൂ എന്നാണ്. അപ്പം നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള നല്ല ശുദ്ധിയുള്ള ആൾക്കാരാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ആ ശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ടതെന്നുള്ള സന്ദേശമാണ് നാരദ മഹർഷി പുലസ്ത്യ മഹർഷി ഭീഷ്മനോട് പറയുന്നത്. അപ്പം നാരദൻ കഥ തുടരുകയാണ്. അങ്ങനെ ഇത്ര വിശദമായിട്ട് ഈ തീർത്ഥസ്ഥാനങ്ങളെയും അവിടെ സന്ദർശിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ ഭീഷ്മനോട് പറഞ്ഞതിന് ശേഷം പുലസ്ത്യൻ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ പുലസ്ത്യൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ പുലസ്ത്യൻ്റെ ഉപദേശം അനുസരിച്ച് ഭീഷ്മര് ലോകം മുഴുവനും ചുറ്റി ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം സന്ദർശിച്ച് അതിൻ്റെ പുണ്യങ്ങളെല്ലാം നേടിയ ആളാണ് നിങ്ങളുടെ പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ. അപ്പോൾ യഥാവിധി ഭൂമിയിലുള്ള ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം സന്ദർശിച്ച ഒരുവന് 100 അശ്വമേധയാഗം നടത്തിയാൽ എത്ര പുണ്യം കിട്ടുമോ അത്രയും പുണ്യങ്ങൾ ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം യഥാവിധി സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടും. നാരദൻ യുധിഷ്ഠിരനോട് തുടരുകയാണ്. ഈ തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം രാക്ഷസന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലുള്ള വീരനായിട്ടുള്ള ഒരു രാജാവിന് മാത്രമേ അവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. ദേവർഷികളാൽ നിർമ്മിതമായിട്ടുള്ള ഈ സർവ്വതീർത്ഥങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള വർണ്ണന തന്നെ ഒരാളുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും. ഋഷിമുഖ്യന്മാരായിട്ടുള്ള വാൽമീകി, കാശ്യപൻ, വസിഷ്ഠൻ,
വിശ്വാമിത്രൻ, ഭരദ്വാജൻ, ഉദ്ദാലകൻ, ദേവലൻ, മാർക്കണ്ഡേയൻ, മഹാതാപസിയായിട്ടുള്ള ജാബാലി, ഈ ഋഷിവാര്യന്മാരെല്ലാവരും നിങ്ങളുടെ വരവും കാത്ത് പല തീർത്ഥ സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് യുധിഷ്ഠിര. ഈ തീർത്ഥസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചാൽ നീ മഹാകീർത്തിമാനായിട്ട് മാറും. ഈ ലോകം മുഴുവനും കീർത്തിമാനായിട്ടുള്ള ഒരാളായിട്ട് നീയും നിന്റെ സഹോദരങ്ങളും മാറും. എപ്രകാരമാണ് ഇന്ദ്രൻ പണ്ട് അസുരന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ട് ലോകങ്ങളെല്ലാം അടക്കി ഭരിച്ചതുപോലെ അതുപോലെ തന്നെ നീയും നിന്റെ ശത്രുക്കളെല്ലാം തോൽപ്പിച്ചിട്ട് ഈ ലോകം മുഴുവനും ഭരിച്ച് അതിൻ്റെ ചക്രവർത്തിയായിട്ട് നീങ്ങും. അതുകൊണ്ട് യുധിഷ്ഠിര, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് നാരദൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരുടെയും അതോടൊപ്പം തന്നെ നാരദ മഹർഷിയുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവരുടെ കുലഗുരുവായിട്ടുള്ള ധൗമ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയത്. അവൻ നരനാരായണന്മാരാണ്, അവൻ വിഷ്ണുവിൻ്റെ അംശമാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവന് അതെല്ലാം നേടാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. അവൻ്റെ കഴിവിൽ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അവൻ സാധാരണക്കാരനല്ല, വിഷ്ണുവിൻ്റെ വംശജനാണ്, നരനാരായണന്മാരിൽ നരനായിട്ടുള്ള ഋഷിയാണെന്നുള്ള കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് അവനൊരിക്കലും പരാജയപ്പെടില്ല, അവനൊരിക്കലും പരാജയം സംഭവിക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവനെ ഞാൻ ഇങ്ങനെ ഒരു ഘോരകർമ്മത്തിന് വേണ്ടിയിട്ട് അയച്ചതെന്ന് യുധിഷ്ഠിരൻ ധൗമ്യനോട് പറഞ്ഞു. ഭീഷ്മരും ദ്രോണരും അതിരഥരന്മാരാണ്. അതോടൊപ്പം തന്നെ കൃപാചാര്യരെയും അതോടൊപ്പം തന്നെ കൃപരെയും ദ്രോണരെയും തോൽപ്പിക്കുക എന്ന് യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ദുര്യോധനൻ യുദ്ധത്തിൻ്റെ മുഴുവൻ ചുമതലയും ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം തന്നെ ഇവരെല്ലാവരും തന്നെ അർജുനനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോരാളികളാണ്. ഇവരെ കൂടാതെ ദിവ്യാസ്ത്രങ്ങളെല്ലാം അറിയാവുന്ന സൂതപുത്രനായിട്ടുള്ള കർണനും അവരോടൊപ്പം ഉണ്ട്. കർണൻ വായു വേഗത്തിൽ അസ്ത്രങ്ങൾ എഴുതാൻ പ്രാപ്തനായിട്ടുള്ളവനും അതോടൊപ്പം തന്നെ ശത്രുക്കളെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു യോദ്ധാവാണ്. അപ്പോൾ ഇവരെയെല്ലാം നേരിടണമെങ്കിൽ അർജുനന് ദിവ്യാസ്ത്രങ്ങൾ നേടുകയേ പറ്റൂ. എപ്പോഴും യുധിഷ്ഠിരന്റെ മനസ്സിൽ കർണനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം എവിടെയോ കിടക്കുന്നുണ്ട്. കർണനെ നേരിടണമെങ്കിൽ അർജുനന് സാധാരണ ആയുധങ്ങൾ കൊണ്ട് പറ്റില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് യുധിഷ്ഠിരൻ അർജുനനെ കൂടുതൽ ദിവ്യാസ്ത്രങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ തപസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോടും ധൗമ്യനോടും സംസാരിക്കുകയാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് നേടിയെടുക്കുന്നത് വരെ അർജുനൻ അതിൽ നിന്നും പിന്തിരിയില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അർജുനൻ പോയ കാര്യങ്ങളെല്ലാം സാധിക്കും. അവൻ എല്ലാ അസ്ത്രങ്ങളെയും നേടിക്കൊണ്ട് ഇവിടെ തിരിച്ചു വരും പൂർവാധീന ശക്തിയോട് കൂടിയിട്ട്. ഈ പറഞ്ഞ ശത്രുക്കളെയെല്ലാം നേരിടാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുമായിട്ടായിരിക്കും അവൻ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വീരന്റെ അസാന്നിധ്യം കൊണ്ട് എനിക്കും ഈ കാമികവനം ഇപ്പോൾ ഒട്ടും ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല. അങ്ങ് പറയൂ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. നമുക്ക് ഈ കാമികവനം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. അങ്ങേക്കും ഈ തീർത്ഥാടനത്തെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ആളാണല്ലോ. അതുകൊണ്ട് നാരദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങും കൂടെ ഒരിക്കൽ കൂടി പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചു തരിക എന്ന് പറഞ്ഞിട്ട് ഈ തീർത്ഥ കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് പറഞ്ഞു തരണം എന്ന് ധൗമ്യനോട് യുധിഷ്ഠിരൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. യുധിഷ്ഠിരൻ്റെ ഇത്തരത്തിലുള്ള വിലാപം കേട്ടിട്ട് ധൗമ്യൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഓരോ ദിക്കിലുമുള്ള പ്രധാനപ്പെട്ട തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയാം, അത് നീ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ധൗമ്യൻ നാരദൻ പറഞ്ഞ അതേ സ്ഥാനങ്ങളെ കുറിച്ചിട്ട് തന്നെ ഒരിക്കൽ കൂടി ചുരുക്കി ധൗമ്യൻ പറയുകയാണ്. അപ്പം ഇതും കുറേ സമയത്തേക്ക് ധൗമ്യൻ ഈ തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ടും അവിടെ സന്ദർശിച്ചാലുള്ള ഫലങ്ങളെ കുറിച്ചിട്ടുമൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ധൗമ്യൻ നാരദ മഹർഷി പറഞ്ഞ അല്ലെങ്കിൽ പുലസ്ത്യൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ധൗമ്യ മഹർഷി വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. ആ സ്ഥലങ്ങളുടെ പ്രാധാന്യം ഒന്നും കൂടി ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് വീണ്ടും ധൗമ്യനെ കൊണ്ടും കൂടെ ഇത് പറയിക്കുന്നത്. അങ്ങനെ അത് വീണ്ടും ഈ തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ടും അവിടെയൊക്കെ സന്ദർശിച്ചാലും അവിടെയൊക്കെ ചെന്നിട്ട് വ്രതങ്ങളൊക്കെ എടുത്താലുമുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. ഇത് ഓരോ ദിക്കിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ധൗമ്യൻ കുറച്ചുകൂടെ ലളിതമാക്കി നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ആ ലിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ബദര്യാശ്രമം എന്ന് പറഞ്ഞ ഒരു തീർത്ഥസ്ഥാനത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ധൗമ്യ മഹർഷി ആ തീർത്ഥാടന സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം യുധിഷ്ഠിരനോട് പറയുകയാണ്,
ഈ ലോകത്തിലുള്ള പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് കീർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ തീർത്ഥങ്ങളെ ദേവതകളായിട്ടുള്ള വസുക്കൾ, ആദിത്യർ, സാധ്യന്മാർ, മരുത്തുക്കൾ, അശ്വിനികൾ, എല്ലാ ഋഷികളും അവരെല്ലാവരും ഇതിനെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൗമ്യൻ യുധിഷ്ഠിരനോട് പറയാണ്, ഭവാൻ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഈ ബ്രാഹ്മണരോടെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ട് അങ്ങയുടെ മനസ്സിലുള്ള ആ ഒരു ഉത്കണ്ഠയെ അങ്ങ് ഒഴിവാക്കിയാലും എന്ന് ധൗമ്യൻ പറയുകയാണ്. ഈ തീർത്ഥയാത്ര ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും കാലിക പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ യുഗങ്ങളായിട്ട് അതിൻ്റെ ആ മഹത്വം കൊണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്നും അത് ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓരോ യുഗത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ത്രേതായുഗത്തിലെ, അതായത് ശ്രീരാമന്റെ കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പുഷ്കരം എന്ന് പറയുന്ന തീർത്ഥസ്ഥാനം മാത്രമായിരുന്നു. ദ്വാപരത്തില് ഏറ്റവും കൂടുതൽ പുണ്യസ്ഥാനമായിട്ടുള്ളത് കുരുക്ഷേത്രമായിരുന്നു. കലിയുഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പവിത്രമായിട്ടുള്ള പുണ്യസ്നാനമായിട്ട് കരുതുന്നത് ഗംഗയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം ധൗമ്യൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് പ്രകാരം അവരെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇപ്രകാരം ധൗമ്യൻ തീർത്ഥാടന സ്ഥലങ്ങളെ കുറിച്ചിട്ട് വളരെ പ്രകീർത്തിച്ച് പറയുന്ന സമയത്ത് ലോമശ മഹർഷി പെട്ടെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാനായിട്ടുള്ള ആ മുനിയെ യുധിഷ്ഠിരനും സഹോദരങ്ങളും അവിടെയുള്ള വിപ്രന്മാരും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ആദരവോടു കൂടിയിട്ട് പൂജിച്ച് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗമനോദ്ദേശം എന്താണ്, അദ്ദേഹം എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാണോ എന്നൊക്കെ അദ്ദേഹത്തിനോട് വളരെ ആദരവോടു കൂടിയിട്ട് കുശലം ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ലോമശൻ പറയാണ്, യുധിഷ്ഠിര, ഞാൻ ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിയാണ്. ഒരിക്കൽ ഞാൻ ദേവലോകം സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഇന്ദ്രനോടൊപ്പം നിന്റെ അനുജനായിട്ടുള്ള അർജുനനും ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അർജുനൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിയായിട്ടുള്ള അത്ഭുതമുണ്ടായി. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത ഉണ്ടായത്? ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ദ്രനോട് ആ കാര്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് അർജുനന്റെ മാഹാത്മ്യമെല്ലാം ഇന്ദ്രൻ എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അർജുനന്റെ മാഹാത്മ്യമെല്ലാം എന്നെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം ഇന്ദ്രഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് വന്നിട്ട് ഈ അർജുനൻ എന്താണ് അവിടെ സ്വർഗത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം പറയണം. അതോടൊപ്പം തന്നെ ഇന്ദ്രൻ ഒരു ദൂതും കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. ആദ്യം എന്താണ് അർജുനൻ നേടിയതെന്ന് പറയാം. അർജുനൻ ആദ്യം രുദ്രനെ തപസ് ചെയ്തിട്ട് രുദ്രനുമായിട്ട് യുദ്ധം ചെയ്തു, ഭഗവാനുമായിട്ട് ശിവനുമായിട്ട് യുദ്ധം ചെയ്തു, അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും പാശുപതാസ്ത്രം നേടി. അതിനുശേഷം അദ്ദേഹം ദേവലോകത്ത് നിന്ന് ദേവന്മാരിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും വജ്രായുധവും അതോടൊപ്പം തന്നെ വരനിൽ നിന്നും വായുഭഗവാനിൽ നിന്നും അഗ്നിഭഗവാനിൽ നിന്നും ഒക്കെ അതിശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗന്ധർവന്മാരുടെ അടുത്തു നിന്ന് സംഗീതവും നൃത്തവും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ഒക്കെ പ്രാഗൽഭ്യം അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ സർവശാസ്ത്ര നിപുണനായിട്ട് എല്ലാ ശാസ്ത്രങ്ങളിലും വളരെയധികം അറിവ് നേടി ദിവ്യാസ്ത്രങ്ങളോടും കൂടിയിട്ട് അദ്ദേഹം ദേവേന്ദ്രനോടൊപ്പം വളരെ സുഖമായിട്ട് അദ്ദേഹം സ്വർഗത്തിൽ കഴിയുകയാണ്. അപ്പം ഇന്ദ്രൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദൂത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാനത് നിങ്ങളോട് പറയാം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ലോമശൻ യുധിഷ്ഠിരാദികളോട് പറഞ്ഞു. ലോമശ, ഭവാനെ, അങ്ങ് മനുഷ്യലോകത്തേക്ക് ചെല്ലുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ യുധിഷ്ഠിരനോട് അങ്ങ് പറയണം. നിന്റെ അനുജനായിട്ടുള്ള അർജുനൻ അസ്ത്രങ്ങളെല്ലാം നേടി തിരിച്ച് ഭൂമിയിലെത്തും. ഇവിടെ ദേവതകളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു മഹാകാര്യം അത് തീർത്തതിന് ശേഷം വേണം അവന് തിരിച്ച് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭവാനും അനുജന്മാരും കൂടി അവിടെ താപസാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. തപസ്സിന് മീതെ മറ്റൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. ഞാൻ കർണനെ നല്ലപോലെ അറിയും. അവൻ വളരെ സത്യസന്ധനാണ്, വളരെ വലിയ ഉത്സാഹിയാണ്, മഹാവീരനാണ്, മഹാബലവാനുമാണ്, യുദ്ധത്തിൽ വളരെയധികം നിപുണതയുള്ള വില്ലാളിയുമാണ്, മഹത്തായിട്ടുള്ള അസ്ത്രങ്ങൾ നേടിയവനും അതിസുന്ദരനുമാണ്, ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യനൊപ്പം ധീരതയുള്ളവനുമാണ്. അതോടൊപ്പം തന്നെ ആദിത്യ പുത്രനും മഹാവീരനുമാണ്. പക്ഷെ യുധിഷ്ഠിര, നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നിന്റെ സഹോദരനായിട്ടുള്ള അർജുനനും മഹാസ്കന്ദനാണ്. അതായത് ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യന് ഒപ്പം നിൽക്കുന്നവനാണ്. ആ കർണൻ യുദ്ധത്തിൽ അർജുനന്റെ 16 അംശത്തിൽ ഒന്നുപോലും നിൽക്കില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. അതുകൊണ്ട് യുധിഷ്ഠിര, നീ നിന്റെ മനസ്സിൽ കർണനോടുള്ള ഭയം ഒഴിവാക്കുക.
അർജുനൻ തിരിച്ച് മഹാസ്ത്രങ്ങളുമായിട്ട് അവിടെ എത്തുമ്പോൾ നിന്റെ ഉള്ളില് കർണനെ കുറിച്ചിട്ടുള്ള ഭയം ഇല്ലാതായിക്കോളൂ. യുധിഷ്ഠിര, നിന്റെ ഉള്ളില് തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹത്തിന്റെ ഫലപ്രാപ്തി ലോമശ മഹർഷി നിനക്ക് ഉണ്ടാക്കിത്തരും. തീർത്ഥയാത്രയുടെ ഫലങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ വിധിയെക്കുറിച്ചിട്ടുമൊക്കെ ലോമശ മഹർഷി നിനക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. ഈ ബ്രഹ്മർഷി പറയുന്നത് നീ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുക, അത് ശ്രദ്ധ മാറാതെ അതുപോലെ തന്നെ അനുഷ്ഠിക്കുകയും ചെയ്യുക. അതിനുശേഷം ലോമശൻ പറയുകയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ദ്രൻ നിങ്ങളോട് ദൂത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ലോമശ മഹർഷി തുടരുകയാണ്, ഇനി ധനഞ്ജയൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അർജുനൻ പറഞ്ഞു, മഹർഷി, അങ്ങ് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെയും സഹോദരങ്ങളെയും അങ്ങ് ചെന്ന് കാണണം. അതോടൊപ്പം തന്നെ അവരെ തപസ്സനുഷ്ഠിക്കാനും തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അങ്ങ് ചെയ്തു കൊടുക്കണം. രക്ഷസുകളിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നുമൊക്കെ അങ്ങ് അവരെ സംരക്ഷിക്കണം. അങ്ങയുടെ തപോബലം കൊണ്ട് ഈ തീർത്ഥസ്ഥാനങ്ങളിലൊക്കെയുള്ള രാക്ഷസന്മാരിൽ നിന്നൊക്കെ അങ്ങേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതുകൊണ്ട് അങ്ങും അവരോടൊപ്പം ആ തീർത്ഥസ്ഥാനങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങും കൂട്ടത്തിൽ പോണം. ലോമശൻ തുടരുകയാണ്, ഇപ്രകാരം അർജുനൻ പറഞ്ഞതുകൊണ്ടും ദേവേന്ദ്രൻ നിർദ്ദേശിച്ചതുകൊണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഈ തീർത്ഥസ്നാനങ്ങളെല്ലാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിര, ഞാൻ ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം നേരത്തെ 2 വട്ടം കണ്ടിട്ടുണ്ട്. 3-ാമത്തെ വട്ടം നിങ്ങളോടൊപ്പം ഈ തീർത്ഥസ്നാനങ്ങളെല്ലാം സന്ദർശിക്കാം, പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്ത രാജർഷികളൊക്കെ അവരെ ഈ തീർത്ഥസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. തീർത്ഥയാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഭയങ്ങളെല്ലാം മാറിപ്പോകും. സത്യമില്ലാത്തവനും വിദ്യയില്ലാത്തവനും പാപിയും വക്രബുദ്ധിയും ആയിട്ടുള്ള മനുഷ്യന് ഒരിക്കലും തീർത്ഥസ്നാനത്തിന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. യുധിഷ്ഠിര, ഭവാൻ വളരെ ധർമ്മവാനായിട്ടുള്ള ഒരു രാജാവാണ്, സത്യത്തിൽ മനസ്സുറച്ചവനാണ്. ഭവാൻ ഭഗീരഥൻ, ഗയൻ, യയാതി ഇവരെ പോലെയൊക്കെ സ്വർഗലോകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളവനാണ്. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് പറയുന്നത് കേട്ടിട്ട് സന്തോഷത്താൽ മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള ശക്തി പോലും എനിക്കിപ്പോഴില്ല. അത്രയും സന്തോഷമാണ് ഞാനിപ്പോൾ. ദേവരാജാവ് പോലും സ്തുതിക്കുന്ന എന്നെപ്പോലെ ഭാഗ്യവാനായിട്ടുള്ള വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? അർജുനനെ പോലെയും ഭീമനെ പോലെയും നകുനെ പോലെയും സഹദേവനെ പോലെയും ഒക്കെ സഹോദരന്മാരുള്ള എന്നെപ്പോലുള്ള ഭാഗ്യവാനായിട്ടുള്ള ആരാണ് ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? തീർത്ഥയാത്രയ്ക്ക് പോകണമെന്ന് അങ്ങ് ഉപദേശിച്ചല്ലോ. അങ്ങ് ഉപദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കുലഗുരുവായിട്ടുള്ള ധൗമ്യനോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഭവാനെ. ഭവാൻ എപ്പോൾ കൽപ്പിക്കുമോ ആ സമയത്ത് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ്. ഭവാൻ കൽപ്പിച്ചാലും എന്ന് യുധിഷ്ഠിരൻ ലോമശ മഹർഷിയോട് പറഞ്ഞു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ലോമശൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, കഴിവതും പരിവാരങ്ങളുടെ എണ്ണം ഏറ്റവും കുറച്ചിട്ട് തീർത്ഥയാത്ര ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. പരിവാരങ്ങളുടെ എണ്ണം എത്രയും കുറയുന്നു അതിനനുസരിച്ച് സൗകര്യത്തോടു കൂടിയിട്ട് നമുക്ക് ഈ ദൂരം അത്രയും യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭിക്ഷാന്തേഹികളായിട്ടുള്ള ഋഷിമാരും അതോടൊപ്പം തന്നെ യതികളുമൊക്കെ മടങ്ങിപ്പോവട്ടെ. വിശപ്പും ദാഹവും അതോടൊപ്പം തന്നെ തണുപ്പും ചൂടുമൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്തവരുമായിട്ടുള്ള ബ്രാഹ്മണരും അവരും മടങ്ങിപ്പൊക്കോളട്ടെ. പാകം ചെയ്ത ഭക്ഷണവും അതോടൊപ്പം തന്നെ സുഖകരമായിട്ടുള്ള പാനീയങ്ങളുമൊക്കെ കുടിച്ച് വളരെ സുഖലോലഭതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരുണ്ടല്ലോ, അവരും തിരിച്ചു പോയിക്കോട്ടെ. അവർക്ക് ഇതിൻ്റെ ദുർഘടമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മുന്നേറാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന രാജപരിചാരകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ച് രാജധാനിയിലേക്ക് പോകട്ടെ. അവർക്ക് കുരുരാജാവായിട്ടുള്ള ധൃതരാഷ്ട്രർ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളം തുടർന്ന് കൊടുക്കട്ടെ. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവർക്ക് പാഞ്ചാല രാജ്യത്തേക്ക് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്ന ശമ്പളം അവർക്ക് കിട്ടും. അതുകൊണ്ട് അവരും സുരക്ഷിതരായിട്ട് തിരിച്ചു പോയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞ് ആ ശമ്പളം മേടിച്ചിട്ടുള്ള പരിചാരകരൊക്കെ ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നു. അവരെ എല്ലാവരെയും ധൃതരാഷ്ട്രർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളം കൊടുത്തിട്ട് കൂട്ടത്തിൽ നിർത്തുകയും ചെയ്തു. യുധിഷ്ഠിരൻ ലോമശാദികളോടൊത്ത് തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നറിഞ്ഞിട്ട് വനവാസികളായിട്ടുള്ള ബ്രാഹ്മണര് യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്നിട്ട് അപേക്ഷിച്ചു,
ഭവാനെ, അങ്ങ് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെയും കൂടി കൂട്ടണം. അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ തീർത്ഥയാത്ര നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം അവിടെയൊക്കെ രാക്ഷസന്മാരെ കൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള വിപ്രന്മാർ ചെന്നാൽ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോലും പറ്റില്ല. വഴിയിലെങ്ങും അതീവ ദുർഘടം പിടച്ചുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ചെന്നായ്ക്കളും രക്ഷസുകളും ഒക്കെ നമ്മളെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇവരിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ അങ്ങയോടൊപ്പം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് തീർത്ഥയാത്രയിൽ വരണമെന്നുള്ള കാര്യത്തിൽ. ഉണ്ട് ലോമശ മഹർഷിയോടൊപ്പം പോകുന്ന അങ്ങ് നിങ്ങൾ രണ്ടുപേരും സംരക്ഷിച്ച് ഞങ്ങളെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ അപേക്ഷ ഭവാൻ തള്ളിക്കളയില്ല എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് ഇപ്പോഴേ ഈ തീർത്ഥയാത്രയ്ക്കുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. ഞങ്ങളെല്ലാം അതിയായിട്ടുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഭവാൻ ഞങ്ങളെ കൈവടിയല്ലേ എന്ന് വന്നിട്ട് ഈ വനവാസികളായിട്ടുള്ള ബ്രാഹ്മണര് യുധിഷ്ഠിരനോട് അഭ്യർത്ഥിച്ചു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. അവർ പൂജിക്കുന്ന രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ ആ ബ്രാഹ്മണർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെതായിട്ടുള്ള അശ്രുക്കള് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹം ഈ ബ്രാഹ്മണരുടെ അപേക്ഷ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ച് അവരും കൂട്ടത്തിൽ വന്നോട്ടെ എന്ന് ലോമശനോട് ചോദിച്ചു. ലോമശനും ഈ അഭ്യർത്ഥന കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരും വന്നോട്ടെ എന്നുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. പിന്നെ പാണ്ഡവ ശ്രേഷ്ഠരെല്ലാവരും ദ്രൗപദിയോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് രാജർഷിയായിട്ടുള്ള നാരദനും മഹാഋഷികളായിട്ടുള്ള വ്യാസനും പർവ്വതകനും അവിടെ എത്തിച്ചേർന്നു. യുധിഷ്ഠിര രാജാവ് അവരെ യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ചു. സൽക്കാരമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആ മഹാഋഷിമാര് അവരെ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, ഭീമ, നകുല, സഹദേവ, നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തീർത്ഥയാത്രയ്ക്ക് പോവുക. ശരീരശുദ്ധിയും മനഃശുദ്ധിയുമുള്ള മനോനിയന്ത്രണമുള്ള മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണത്. നിങ്ങൾക്കെല്ലാവർക്കും അത് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. മനസ്സിൽ നിന്നും ദുഷ്ടചിന്തകളും കാമക്രോധങ്ങളും എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ശുദ്ധമായി. എല്ലാവരും വളരെ സ്നേഹഭാവത്തോടും കൂടിയിട്ടും നല്ല ബുദ്ധിയോടും കൂടിയിട്ടും തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുക. മനഃശുദ്ധിയോടും കൂടിയിട്ടും ശരീരത്തിൻ്റെ ശുദ്ധിയോടും കൂടിയിട്ടും മനോനിയന്ത്രണത്തോടും കൂടിയിട്ട് നിങ്ങൾ ഈ തീർത്ഥയാത്ര ചെയ്ത് സ്ഥലങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം ചുറ്റി സഞ്ചരിച്ച് മനസ്സിൻ്റെ ശുദ്ധിയോട് കൂടിയിട്ടും ശരീരത്തിൻ്റെ നിയമ ആചരണങ്ങളോടും കൂടിയിട്ട് നിങ്ങൾ ഈ തീർത്ഥസ്ഥാനങ്ങളെല്ലാം ദർശിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പുണ്യവാരന്മാരായിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ട് ഈ മഹാഋഷിമാരെല്ലാം പാണ്ഡവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ പാണ്ഡവരോടും പാഞ്ചാലിയോടും കൂടിയിട്ട് ആ മഹർഷിമാരുടെ പാദങ്ങള് തല കുമ്പിട്ട് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹവും ആശീർവാദവും നേടി. അതിനുശേഷം ധൗമ്യനോടും ലോമശനോടും കട്ടിയുള്ള മരവുരിയും ബലമുള്ള പലതരം ആയുധങ്ങളും ഒക്കെ കയ്യിലെടുത്തിട്ട് ആവാത്ത കവചങ്ങളും ധരിച്ച് അവര് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. ഇന്ദ്രസേനൻ മുതലായിട്ടുള്ള ഭൃത്യന്മാരുമൊട്ട് 14 പരം തേരുകളിലായിട്ട് ഈ ഒരു സംഘം കിഴക്ക് ദിക്കിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ പാണ്ഡവരുടെ തീർത്ഥയാത്ര ആരംഭിച്ചു. ബാക്കിയുള്ള ഭാഗം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.